മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് ഒരമ്പലത്തിൽ പ്രഭാഷണത്തിന് പോയി. പ്രഭാഷണത്തിന് പോകുന്നതിൻ്റെ മുമ്പിലത്തെ ദിവസം തന്നെ എന്നെ അമ്പലത്തിലെ ഒരു വ്യക്തി, കമ്മിറ്റിയിലുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു, വിളിച്ചറിയിച്ചു. ഞാൻ സാറിൻ്റെ ഒരു ഫാനാണ്, ഒരു ഹാർട്ട് ഫോളോവറാണ് എന്നെല്ലാം പറഞ്ഞു. ഞാൻ തിരിച്ച് ചോദിച്ചു, എന്താണ് പറയാൻ ആഗ്രഹിച്ചത്? അദ്ദേഹം പറഞ്ഞു, നാളത്തെ സാറിൻ്റെ പ്രഭാഷണം ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണെങ്കിലും ഭരണാധികാരികൾ 11 പേരുള്ളതിൽ 8 പേര് മാർക്സിസ്റ്റ് പാർട്ടിക്കാരും 3 പേര് കോൺഗ്രസ്സുകാരുമാണ്. സാറിനെ പ്രഭാഷണത്തിന് വിളിക്കുന്നതിനോട് 1-2 പേർക്ക് എതിർപ്പുണ്ടായിരുന്നു. മറ്റുള്ളവർ ആ എതിർപ്പിനെ അവഗണിച്ചിട്ടാണ് പാർട്ടിക്കാരാണെങ്കിലും സാറിനെ വിളിച്ചത്. ഇവിടെ വന്ന് ഏതെങ്കിലും വിധത്തിൽ ഹിന്ദു കാര്യം മാത്രം ഹിന്ദു എന്ന് പറയുകയോ മറ്റ് പാർട്ടിക്കാരെ വിമർശിക്കുന്ന രീതിയിൽ വല്ലതും പറയുകയോ ചെയ്താൽ ചിലപ്പോൾ പ്രതികരണം പ്രഭാഷണം കഴിഞ്ഞിറങ്ങുമ്പോഴെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി വേണം എന്ന് പറഞ്ഞു. വളരെ നല്ല ഒരു ഉപദേശമാണ് തന്നത്. ഞാനവിടെ പ്രഭാഷണത്തിന് പോയി. 1.25 മണിക്കൂർ സിമ്പിളായിട്ട് ഓരോ കാര്യവും പറഞ്ഞു. പ്രിന്റഡ് നോട്ട് പതിവ് പോലെ കയ്യിൽ കൊടുത്തിട്ടാണ് ക്ലാസ് എടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റ് പാർട്ടായപ്പോൾ പറഞ്ഞു, എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതുകൂടി പ്രഭാഷണത്തോട് ചേർത്തിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കാറുള്ളത്. എനിക്കറിയാം, എൻ്റെ മുമ്പിലിരിക്കുന്നവർ പല രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ്, പല വീക്ഷണമുള്ളവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മിക്കവാറും നിങ്ങൾ എതിർക്കുമെന്നും എനിക്കറിയാം. നിങ്ങൾക്കത് തിരസ്കരിക്കാൻ 100% സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള അമ്പലങ്ങളിലും ഹൈന്ദവ സദസ്സുകളിലും അല്ലാതെ ഞാനിത് വേറെ ഒരിടത്തും പറയാറില്ല. ഇങ്ങനെയുള്ള സദസ്സുകളിൽ പറയാതിരിക്കാറുമില്ല. നിങ്ങൾക്ക് തിരസ്കരിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും ഇനി ഈ ജന്മത്തിൽ ഗോപാലകൃഷ്ണനെ വിളിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തു മതത്തിൽ അഭിമാനിക്കുന്നു, ക്രിസ്ത്യാനിയായതിൽ അഭിമാനിക്കുന്നു. 2.5 ലക്ഷം അച്ഛന്മാരും കന്യാസ്ത്രീകളും നേതൃത്വം നൽകി 41-42 ലക്ഷത്തോളം ഫുൾ ടൈം പാർട്ട് ടൈം വർക്കേഴ്സ്, അല്ലെങ്കിൽ വോളണ്ടറി വർക്കേഴ്സ് ഭാരതം മുഴുവനും ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നു. ഭാരതീയർ എവിടെയുണ്ടോ ലോകത്തിലെ രാഷ്ട്രങ്ങളിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നു. മുസ്ലിങ്ങൾ അവരുടെ രീതിയിൽ തന്നെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു, ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നു, കൺവേർഷൻ നടത്തുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇസ്ലാം ആയതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ചെറുപ്പം മുതൽക്ക് തന്നെ അവരുടെ മക്കളെ മദ്രസകളിൽ ഖുറാനും ഇസ്ലാമിക ചിന്താധാരയും പഠിപ്പിക്കുന്നു. അഭിമാനത്തോടുകൂടി അവർ മുസ്ലിമാണെന്ന് പറയുന്നു. ഹിന്ദുവിന് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? നമുക്ക് ഇത്രയും അധികം ഗ്രന്ഥങ്ങളുള്ളതിൽ ഒരു ഖുറാനും ഒരു ബൈബിളും ഒന്നും വെക്കാൻ നമുക്ക് ഒരു വിഷമമില്ല. ഏത് കടയിലും ഏത് ബസ്സിലും ഏത് സ്ഥാപനത്തിൽ ചെന്നാലും 3 മതത്തിൻ്റെയും ദേവതാ സങ്കല്പം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബസ്, ആ വാഹനം, ആ സ്ഥാപനം, ആ കട ഹിന്ദുവിൻ്റേതായിരിക്കും. ഹിന്ദു എല്ലാത്തിനെയും സ്വീകരിക്കുന്നവനാണ്. എൻ്റെ മതം മാത്രം ശരി, എൻ്റെ വഴി മാത്രം ശരി, എൻ്റെ ദൈവം മാത്രം ശരി, എൻ്റെ പുസ്തകം മാത്രം ശരി എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത്രയും വിശാല മനസ്ഥിതിയുള്ള ഹിന്ദു ധർമ്മത്തിൽ നിന്ന് മതം മാറിപ്പോകുന്നവരെ നമ്മൾ ബലം പ്രയോഗിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ടുമില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അമ്പലത്തിൽ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാവട്ടെ, ഏത് വിഭാഗത്തിലുള്ളവരാവട്ടെ, അതിൽ തന്നെ തുടരുക, അതിൽ തന്നെ നിൽക്കുക. പക്ഷേ ഞാൻ
എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഒരു 100 ജന്മമുണ്ടെങ്കിൽ 100 ജന്മവും ഹിന്ദുവായി തന്നെ പരമപവിത്രമായ ഭാരതഭൂമിയിൽ ജനിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഈ 122 ക്രിസ്ത്യൻ രാജ്യങ്ങളും 69 മുസ്ലിം രാജ്യങ്ങളും 14 ബുദ്ധിസ്റ്റ് രാജ്യങ്ങളും എല്ലാം ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്ത ഭാരതം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചത് മറ്റ് മതസ്ഥരല്ല, ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കൾ ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. കുറേ കാര്യങ്ങൾ ഞാൻ ലാസ്റ്റിൽ പറഞ്ഞു, ഇതേപോലെ ചേർത്ത് പറഞ്ഞു. ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടാകുമെന്ന് നല്ലവണ്ണം അറിയാമെങ്കിലും ഉറപ്പിച്ച് അടിവരയിട്ട് പറയുന്നു, ഇനി ഒരു 100 ജന്മമുണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ ജനിക്കണമെന്ന് നിങ്ങളും പ്രാർത്ഥിക്കണം. രാഷ്ട്രീയക്കാർ മതേതരത്വം പ്രസംഗിക്കുമ്പോഴും ഹിന്ദു എന്ന് പറയുന്നത് സങ്കുചിതമാണെന്ന് പറയുമ്പോഴും മറ്റ് മതസ്ഥര് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളികളും എല്ലാം വളർത്തുമ്പോഴും അവിടെ ഒന്നും ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു കുഴപ്പമില്ല. ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രമാണ് ഇവർക്ക് എല്ലാ പ്രശ്നങ്ങളുമുള്ളത്. ഇതൊരു വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ടുള്ള വാദമാണ്. അതുകൊണ്ട് സത്യമറിഞ്ഞ് അഭിമാനത്തോടുകൂടി ഹിന്ദുവാണെന്നും ഈ പരമപവിത്രമായ ഭാരതത്തിലെ ഋഷിവര്യന്മാർ നമുക്ക് തന്ന അറിവുകൾ അത് ഒരു പുസ്തകത്തിലല്ല, ആയിരക്കണക്കിന് പുസ്തകങ്ങളിൽ തന്നത് ലോകം 2 കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളെന്നും അഭിമാനത്തോടു കൂടി പറയണം എന്ന് ഞാൻ പറഞ്ഞ് വീണ്ടും അവസാനത്തിൽ ഒന്നുകൂടി പറയുന്നു, ഒരു ഹിന്ദു ആയതിൽ അഭിമാനിച്ച് തല ഉയർത്തി നിന്ന് പറയണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നില്ല, ഞാനത് പറയാറുണ്ടെന്ന് മാത്രം പറയുന്നു എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചു. നല്ലവണ്ണം എനിക്കറിയാം ഈ 11 കമ്മിറ്റി അംഗങ്ങളിലെ ഭൂരിഭാഗവും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും അതിലൊരു ചെറിയ വിഭാഗം കോൺഗ്രസ്സുകാരുമാണ്. ആ പ്രദേശത്ത് ഹൈന്ദവ സംഘടനകളുടെ RSSൻ്റെയോ BJPയുടെയോ VHPയുടെയോ ആൾക്കാരുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഈവൻ അതിലെ അമ്പലത്തിലെ ഒരാളെ വിളിച്ചു പറഞ്ഞാൽ പറയുകയും ചെയ്തു, സാറ് വണ്ടി റോട്ടിലിട്ട് അകത്ത് വരരുത്, വണ്ടിയിൽ ഡ്രൈവർ എപ്പോഴും ഉണ്ടാവണം, ഒരു പ്രത്യേക സ്ഥലമാണ് ഈ പ്രഭാഷണം നടത്തുന്ന ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകൾ, ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു. ഞാൻ വണ്ടി പുറത്ത് തന്നെ ഇട്ടിരുന്നു, ഡ്രൈവർ അതിലുണ്ടായിരുന്നു, ഞങ്ങൾ മാത്രമായിരുന്നു അകത്തുണ്ടായിരുന്നത്, എൻ്റെ കൂട്ടത്തിലുള്ള 2-3 പേര്. ഈ പ്രഭാഷണത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ലാതെയാണ് ഞാൻ ഇറങ്ങിയത്. ഇവരത് സ്വീകരിച്ചാലും എനിക്ക് വിരോധമില്ല, സ്വീകരിച്ചില്ലെങ്കിലും എനിക്ക് വിരോധമില്ല. ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു, ഒരു പ്രാർത്ഥന ഈ കഴിഞ്ഞ 3-4 മാസമായിട്ട് നമ്മുടെ പ്രഭാഷണം കഴിയുമ്പോൾ ഉണ്ട്. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യേ വച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ആ പ്രാർത്ഥനയുടെ അർത്ഥം, ശരിക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാതേജസ്സേ, നിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഉജ്ജ്വലമായ ഭാരതീയ പൈതൃകം നമുക്ക് തന്ന മഹായോഗീശ്വരന്മാരെ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ, അവരുടെ പിതൃക്കളെ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരത്തിനകത്തുള്ള മഹാതേജസ്സേ, ശരീരത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന മഹാതേജസ്സേ, അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നിത്യവും 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 എൻ്റെ പ്രണാമം എന്ന് പറഞ്ഞ് എന്ന പ്രാർത്ഥന ഇതേ നല്ല വികാരത്തോടുകൂടി നല്ല ശബ്ദത്തോടുകൂടി ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് ഞാൻ പറയലും ഇന്ന് വരെ ഒരിടത്തും സംഭവിക്കാത്ത വിധത്തിൽ ഇവിടെ ഉള്ള സകലരും എഴുന്നേറ്റ് കയ്യുകൂപ്പി നിന്നപ്പോൾ അസലായിട്ട് പോസിറ്റീവായിട്ടുള്ളൊരു ഷോക്കാണ് എനിക്കുണ്ടായത്. ഇപ്പോൾ ചെറുകോൽപ്പുഴയിൽ ഈ പ്രാർത്ഥന ഉണ്ടായിരുന്നു, തിരുവഞ്ചൂര് ഇതേപോലെ പ്രാർത്ഥിച്ചിരുന്നു, കുട്ടിയത്ത് എല്ലായിടത്തും ഈ പ്രാർത്ഥന ഇപ്പോൾ പതിവുണ്ട്, പ്രഭാഷണം കഴിഞ്ഞ് എല്ലാവരെയും കൊണ്ട് ചൊല്ലിക്കല്. പക്ഷെ ഇവിടെ മാത്രം എല്ലാവരും, ഞാൻ ഒരാളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞിട്ടില്ല, എഴുന്നേറ്റ് നിൽക്കണമെന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുമില്ല. എല്ലാവരും എഴുന്നേറ്റ് കൈകൂപ്പി നിന്ന്
ആ പ്രാർത്ഥിച്ച ഒരു സീൻ അത് കഴിഞ്ഞ് ഞാൻ അവരോട് പറയുകയും ചെയ്തു, ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ക്ഷേത്ര ഭാരവാഹികൾക്കും ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഭാരതമാതാവും ജഗതീശ്വരന്മാരും ഞങ്ങളുടെ ഋഷീശ്വരന്മാരും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്താ ഇവർ പറയാൻ പോകുന്നത് എന്ന ആകാംക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സ്റ്റേജിൽ കയറി വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞത് ആ പ്രദേശത്തെ CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അമ്പലത്തിലെ പ്രസിഡന്റുമാണ്. അദ്ദേഹം പറഞ്ഞത് സാറിൻ്റെ പ്രഭാഷണത്തിലെ അവസാനത്തെ ഭാഗത്തിൽ പറഞ്ഞതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതാണ് ഞങ്ങളുടെ ഹൃദയത്തെ ഇത്രയും അധികം സ്വാധീനിച്ചത്. എല്ലാ വർഷവും സാർ വരണം. അടുത്ത വർഷം ഇത് അമ്പലത്തിലെ പ്രതിഷ്ഠാദിനമാണ്. അടുത്ത മാസം പിന്നത്തെ മാസവും കൂടി ചേർന്ന് 2 മാസവും ജോയിൻ ചെയ്യുന്ന സമയത്താണ് അമ്പലത്തിലെ ഉത്സവം. 2 or 3 ദിവസം സാറിൻ്റെ പ്രഭാഷണം വേണം. ഇത്രയും ധന്യമായിട്ടുള്ള പൈതൃകത്തിൻ്റെ അറിവ് ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നും പറഞ്ഞ് ഇറങ്ങി വരികയും ചെയ്തു. ഓരോ വ്യക്തിയും വന്നിട്ട് അസാധാരണമാം വിധത്തിൽ അവരുടെ സ്നേഹ ബഹുമാനാദികൾ കാണിക്കുകയും ചെയ്തു. എനിക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഗുണ്ടകളുടെ കേന്ദ്രവും പാർട്ടി ഭരിക്കുന്ന പ്രദേശവും പാർട്ടി ഭരിക്കുന്ന അമ്പലവും എല്ലാം ആയിട്ടും കൊടുക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിന്ന് കൊടുത്തപ്പോൾ അവരെത്ര ഭംഗിയായിട്ട് അത് എടുത്തു എന്നുള്ള ആ ഒരു ആത്മസംതൃപ്തിയോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. ഇത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും വളരെ വളരെ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.